അപ്പൊ ഞാൻ ഉന്മാദം എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് ഇരിക്കുകയാണ്. അപ്പൊ സിനിമയെ കുറിച്ച് പറയാനാണ്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്ന കിരൺ ദാസ് ആണ്. സിനിമയുടെ എഴുത്തുകാരൻ ഷാഹി കബീർ. ഷാഹി കബീറിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പോലീസ് സ്റ്റോറികൾ, പോലീസ് സിനിമകൾ എടുത്തിട്ടുള്ള ആളാണ്. ഇലവേഴ പൂഞ്ചിറ, റോന്ത്, ഓഫീസർ ഓൺ ഡ്യൂട്ടി, അങ്ങനെ 6-7 പടങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിലെ ഒരു എഴുത്തുകാരനെയും സംവിധായകനെയും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. എല്ലാം ഒരു എന്താ കുറെ ഒരല്പമൊക്കെ മിസ്റ്റീരിയസ് അല്ലെങ്കിൽ ചില ട്രോമാസ് ഒക്കെ അനുഭവിക്കുന്ന പോലീസുകാരൻ, അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടറൈസേഷൻ. അപ്പം ഈ സിനിമയിലേക്ക് വരുമ്പോൾ, ഈ സിനിമയിലെ കുഞ്ചാക്കോ ബോബനാണ് നായകൻ, ലിജോ മോളുണ്ട്. അപ്പൊ കുഞ്ചാക്കോ ബോബൻ എന്ന് പറയുന്ന പോലീസുകാരൻ ഒരു കേസ് അന്വേഷണവും ആയിട്ട് പോകുന്ന ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൈക്കോളജിക്കൽ മിസ്റ്ററി ഹൊറർ എലമെന്റ്സ് ഒക്കെ കയറി വരുന്ന, കുറച്ച് സൂപ്പർ നാച്ചുറൽ എലമെന്റ്സും കൂടെ കടന്നു വരുന്ന ഒരു സിനിമയാണ്. സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എങ്ങനെയാണ് കണ്ടിരിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. അതായത് നമ്മളെ ബോറടിപ്പിക്കത്തില്ല, നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകും. മുജീബ് മജീദാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ പശ്ചാത്തലത്തിനനുസരിച്ച് കൃത്യമായിട്ട് അതിന്റെ മ്യൂസിക് എല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും എന്നെ ആ സിനിമ പിടിച്ചിരുത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഉറപ്പായിട്ടും. കാരണം ഇതിലെ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്, കുഞ്ചാക്കോ ബോബന് കുറച്ച് നാളത്തേക്ക് കൂടെ പറയാൻ പറ്റിയ ഒരു വളരെ നല്ലൊരു കഥാപാത്രമാണ്. നമുക്കറിയാം ദുരൂഹ സാഹചര്യത്തിൽ എന്ന് പറയുന്ന സിനിമ അദ്ദേഹത്തിന്റെ പരാജയപ്പെട്ട ഒരു പടമാണെങ്കിൽ പോലും അദ്ദേഹത്തിലെ ആ ഒരു അഭിനേതാവിനെ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. കാരണം അദ്ദേഹം അത്യാവശ്യം വ്യത്യസ്തമായ രീതിയിൽ തന്നെ ചെയ്തിരുന്നു. അപ്പോൾ ഇതിലെ കഥാപാത്രവും അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഒരു താടി വെച്ച പോലീസുകാരൻ ആയിട്ടാണ് നമ്മൾ ഈ ഇദ്ദേഹത്തെ കാണുന്നത്. അപ്പൊ എന്തായാലും താടി വെച്ച പോലീസുകാരൻ എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് ഹരിശ്രീ അശോകൻ പല സിനിമകളിലും താടി വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. പോലീസുകാരൻ അങ്ങനെ താടി വെച്ച് കണ്ടിട്ടില്ലല്ലോ. അപ്പം അതൊന്ന് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ അച്ഛന്റെ മരണവും അതിനുശേഷമുള്ള ചടങ്ങുകൾക്കും വേണ്ടിയിട്ടാണ് താടി വെച്ചിരിക്കുന്നത് എന്നുള്ള പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം പിന്നെ പറയാനാണെങ്കിൽ സിനിമയുടെ ഒരു കഥ പറയുന്ന രീതി, ഫസ്റ്റ് ഹാഫിലേക്ക് നമ്മളെ എന്നാ പറയുന്നത്, ഓരോ ക്യാരക്ടറൈസേഷൻ, അതായത് ക്യാരക്ടേഴ്സിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഇതാണ്. അപ്പൊ നമുക്ക് അതിൻ്റെതായ ഒരു കഥ പറഞ്ഞു വരാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന ഒരു സ്ലോനെസ് ഉണ്ട്. അപ്പൊ ആ ഒരു കാര്യം അതിൽ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഏകദേശം ഒരു മണിക്കൂർ അടുത്തുണ്ട് ഫസ്റ്റ് ഹാഫ്. അപ്പൊ എന്തായാലും എന്നെ സംബന്ധിച്ച് ഞാനൊരു സിനിമ നല്ല രീതിയിൽ ആസ്വദിച്ച് കാണുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട്, എല്ലാവരും അങ്ങനെയാണ്. പക്ഷെ ചില ആളുകൾ ഒരു എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ഡയലോഗ് അടിക്കും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നിലെ പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ ആ സിനിമ കാണുമ്പോൾ സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളുടെ ഡെവലപ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ ഒരു അല്പം പേസ് കുറഞ്ഞ്, സ്പീഡ് കുറഞ്ഞ് അങ്ങ് പോകുന്ന ഒരു ഇതായിരുന്നു. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കഥാപാത്രങ്ങളെ എല്ലാം അതിന്റെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുവരണമല്ലോ. അതിൽ സംവിധായകൻ വിജയിച്ചിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഹാഫിലേക്ക് വരികയാണെങ്കിൽ, സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം സിനിമ ആ ഒരു കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാളുടെ യാത്രയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ അതിൽ കുറച്ച് ഹൊറർ എലമെന്റ്സ് ഉണ്ട്. നമുക്ക് അറിയാം, നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു ഫയൽ എടുക്കാൻ വേണ്ടിയിട്ട് പേടിക്കുന്ന ഒരു സംഭവം, അതിലാരും തൊടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ കുഞ്ചാക്കോ ബോബൻ ഒരു ചെറിയ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കൃത്യമായിട്ട് പറയാനാണെങ്കിൽ ഈ സിനിമ ഷാഹി കബീറിന്റെ മറ്റു സിനിമകൾ വെച്ച് നോക്കുമ്പോൾ കുറച്ച് എനിക്ക് ഒരു അല്പം സ്ലോ ആണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു ത്രില്ലർ സിനിമ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആകാംക്ഷയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ സിനിമ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് ത്രില്ലർ സിനിമകൾ കണ്ടിട്ടുള്ളത് കൊണ്ടും, പിന്നെ ഒരു സമയം, ഒരു കോവിഡ് സമയങ്ങളിൽ ഒരുപാട് പേര് മറ്റു ഭാഷാ സിനിമകളിലേക്ക് യാത്ര ചെയ്ത കാര്യങ്ങളുള്ളത് കൊണ്ടും, അപ്പൊ അങ്ങനെയുള്ള കുറേ സിനിമകൾ ത്രില്ലറുകൾ കണ്ടതുകൊണ്ട് നമുക്ക് ചില പടങ്ങൾ കാണുമ്പോൾ ഇനി വരാൻ പോകുന്ന ഇതാണ്, അല്ലെങ്കിൽ ഓക്കെ ഇത്രയൊക്കെ ഉള്ളൂ, അങ്ങനെ ഒരു ഫീല് നമുക്ക് ഇതിലും വരും. ഓക്കെ എന്നൊരു ഫീല്, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ എന്നൊരു തോന്നലും കാര്യങ്ങളും എല്ലാം ഇതിലുണ്ടാവും. ഷാഹി കബീർ എന്ന് പറയുന്ന ആ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ സംവിധായകൻ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഇനിയും 2-3 സ്റ്റോറികൾ കൂടെ, പോലീസ് സ്റ്റോറികൾ പറയാനുണ്ടെന്ന്. കാരണം അദ്ദേഹത്തിന്റെ സിനിമകളിലെല്ലാം നായകൻ ഒരല്പം ട്രോമയും കാര്യങ്ങളും ഒക്കെ അനുഭവിക്കുന്നതാണ്. ഈ ചിത്രത്തിലാണെങ്കിലും കുഞ്ചാക്കോനും ലിജോമോളും ഭാര്യ ഭർത്താക്കന്മാരാണ്. അവരുടെ ഇടയിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ, ആ ഒരു ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അദ്ദേഹം
കുഞ്ചാക്കോനെ സംബന്ധിച്ച് ഈ സിനിമയിൽ അദ്ദേഹം എന്താ പറയുന്ന അദ്ദേഹം അനുഭവിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ അനുഭവിച്ച് വരുന്ന ഒരു മനുഷ്യനാണ്. അതാണ് അദ്ദേഹത്തിന്റെ ഒരു ട്രോമ. ഒത്തിരി അവരുടെ ഫാമിലി ഇഷ്യൂസ്, ലിജോ മോളുടെ എന്താ പറയുന്ന ഫ്രസ്ട്രേഷനും ദേഷ്യവും ഒക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ ഈ നായകൻ അവിടെ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമുക്ക് കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടും. അവരുടെ ആ ഫാമിലി, കുഞ്ചാക്കോന്റെ ഇമോഷൻസ്, അതെല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും സിനിമ കൊള്ളാം. പിന്നെ ഇതിന്റെ പല്ലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം അത് പ്രേക്ഷകർ കാണുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പൊ എന്തായാലും ബാക്കി പറയാനാണെങ്കിൽ ആ പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ കേസ്, ആ കേസിലേക്കുള്ള ഒരു വഴി, മിസ്റ്ററി, ഭയങ്കര മിസ്റ്റീരിയസ് ഒക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പം പലതവണയും പോലീസ് സ്റ്റേഷനും ഇതൊക്കെ ആയിട്ട് ഒരു പോലീസ് കഥ എന്ന് പറയുമ്പോൾ പോലീസ് സ്റ്റേഷൻ ഇല്ലാതെ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് അത് ഒഴിവാക്കാം. നമ്മൾ റിപ്പറ്റീവ് ആയിട്ട് പോലീസ് സ്റ്റേഷൻ കാണുന്ന ഒരു സംഭവം ഉണ്ടെന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ഒരു നല്ലതായിട്ട് തോന്നില്ല. നമ്മൾ കണ്ടിട്ട് പറയുകയാണല്ലോ എപ്പോഴും പോലീസ് സ്റ്റേഷൻ ആണല്ലോ കാണിക്കുന്നതെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. പോലീസ് സ്റ്റേഷൻ കാണിക്കേണ്ട സ്ഥലത്ത് പോലീസ് സ്റ്റേഷൻ കാണിക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും അങ്ങനെ അതിനാവശ്യമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത് 2 മണിക്കൂർ ഏകദേശം 23 മിനിറ്റ് മറ്റുമാണ് സിനിമ. അതൊന്നുകൂടെ ഒന്ന് വെട്ടിച്ചുരുക്കി ഒതുക്കിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായേനെ എന്ന് എനിക്ക് തോന്നി. മൊത്തത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു വാച്ചബിൾ മൂവിയാണ്. ഒരു കുഴപ്പവുമില്ല, നമുക്കിത് കണ്ട് ഇരിക്കാവുന്നതാണ്. നമുക്ക് മോശമെന്ന് പറയാനില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കണ്ടുപോയ ചില സിനിമകൾ, ഒത്തിരി സിനിമകൾ കണ്ടതുകൊണ്ട് ഇതൊക്കെയാണോ ഇങ്ങനെയല്ലേ. പിന്നെ സിനിമ തീരുമ്പോഴാണെങ്കിൽ ഒരു എന്നുള്ളൊരു ഫീലാണ്. നമ്മളൊരു വൗ അടുപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് അങ്ങോട്ട് വൗ അടുപ്പിക്കുന്നില്ല. അപ്പോൾ അതാണ് കേസിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നു, അത് തെളിയിക്കുന്ന ആ ഒരു കാര്യങ്ങൾ, അതൊക്കെയാണ് അതിനകത്ത് ഒരു അറിയാലോ. പിന്നെ എന്തായാലും കുഞ്ചാക്കോവൻ തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങളെല്ലാം വളരെ മികച്ചതാണ്. ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് നാളുകൾ അദ്ദേഹത്തിന് കിട്ടിയിരുന്ന കഥാപാത്രങ്ങളെല്ലാം അദ്ദേഹത്തിന് ഒരു ചോക്ലേറ്റ് ഹീറോ എന്ന ലെവലിലേക്ക് ആ ഒരു ലേബലായിരുന്നു. അതൊക്കെ പൊട്ടിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പൊ ചെയ്യുന്ന ആ ഒരു ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ എന്താ പറയാ നല്ല കൃത്യമാണ്. കാരണം ഓരോ സിനിമയ്ക്ക് അനുസരിച്ച് അദ്ദേഹത്തിന്റെ ഒരു ഗ്രാഫ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിച്ചത്. കാരണം ചെയ്യുന്ന കഥാപാത്രങ്ങൾക്ക് എത്രമാത്രം ഡെപ്ത് ഉണ്ടോ അത്രയും ആ ഒരു ഫീല് നമ്മൾ കാണുന്ന പ്രേക്ഷകന് കിട്ടുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഒരു അഭിനയത്തിന്റെ വിജയമാണ്. കാരണം പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഹരികൃഷ്ണൻസ് എന്ന് പറയുന്ന സിനിമയിലെ കുഞ്ചാക്കോവൻ അഭിനയിച്ച് നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങൾ, ചില പോരായ്മകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കും ചില ആ സിനിമ കണ്ടപ്പോൾ ഒരു തോന്നലൊക്കെ ഉണ്ടല്ലോ, അവിടെ നിന്നൊക്കെ എത്രയോ വളർന്നു വന്നു. കാരണം ആടെയും നടയും പാടിച്ച് താഴമ്പിച്ച് എന്താ പറയുന്നത് അഭിനയം അഭിനയിച്ച് തേച്ച് മിനുക്കിയെടുത്ത് വന്നിരിക്കുകയാണ് കുഞ്ചാക്കോവൻ. ലിജോമോൾ എന്ന് പറയുന്ന നടി. ലിജോമോളിനെ നമ്മൾ കുറച്ച് പടങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു ക്യാരക്ടറിന് പറ്റിയ എന്താ പറയുന്ന രീതിയിൽ അവര് നല്ല രീതിയിൽ പെർഫോം ചെയ്തു. കോട്ടയം നസീർ വന്ന് പോകുന്നുണ്ട്. അദ്ദേഹം പറയുന്ന വളരെ ക്രൂഷ്യലായിട്ടുള്ള സമയത്തൊക്കെ വന്ന് പറയുന്ന ഡയലോഗ്സ് അതുമാത്രം കൈയടക്കത്തോടു കൂടിയാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഷാഹി കബീർ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഷാഹി കബീർ സംവിധായകനും എഴുത്തുകാരനും ഒക്കെയാണ്, നമുക്കറിയാലോ. ഇതിന്റെ സംവിധായകനല്ല, സംവിധാനം ചെയ്ത സിനിമകളുണ്ട്. ഇരവീട പൂഞ്ചിറ, അദ്ദേഹത്തിന് ഇതിന്റെ അകത്ത് എഴുത്തുകാരനാണല്ലോ. അപ്പൊ അദ്ദേഹവും വന്നു നിറഞ്ഞു ഈ സിനിമയിൽ ഉള്ള കുറച്ച് സമയങ്ങളിലൊക്കെ അദ്ദേഹവും വന്നു പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ആരെയെങ്കിലും പറയാൻ പറ്റൂ, സാബുമോനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. സാബുമോന്റെ പെർഫോമൻസ് നന്നായിട്ടുണ്ടായിരുന്നു. സാബുമോൻ ഇതിലുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ. ഞാൻ പറയാൻ വിട്ടുപോയതാണ് സാബുമോന്റെ കാര്യം. നമ്മളെല്ലാവരെയും പറഞ്ഞപ്പോൾ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ട്. ഇനിയും ആരെങ്കിലും ഒക്കെ ഉണ്ടാകും. പക്ഷെ എങ്കിലും നമ്മൾ കണ്ടതിൽ നിന്നും നമുക്ക് മനസ്സിൽ പിടിച്ചിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് നമുക്ക് തോന്നുമല്ലോ, നമുക്ക് കൊള്ളാം എന്ന് തോന്നുന്ന രീതിയിൽ സാബുമോനും ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും ഇതെന്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. എന്തായാലും എല്ലാവരും സിനിമ പോയി കാണുക. അപ്പം ഉന്മാദം എന്ന് പറയുന്ന സിനിമ എന്നെ ത്രില്ലടിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ത്രില്ലടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു വാച്ചബിൾ മൂവിയാണ്. പെർഫോമൻസ് വൈസ് എല്ലാവരും, ഈച്ച് ആൻഡ് എവരി പീപ്പിൾ, എല്ലാ ആക്ടേഴ്സും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ മിസ്കാസ്റ്റ് ആയിട്ട് നമുക്ക് ആരെയും തോന്നത്തില്ല. വേണ്ടതെല്ലാം കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഒന്നുകൂടി വെട്ടി ഒതുക്കിയിരുന്നെങ്കിൽ കുറെ കൂടെ ഒരു വൗ നമുക്ക് കിട്ടിയേനെ. താങ്ക് യു.